ഏ ഭയങ്കര കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള മൂവിയാണ്. ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പുഷ്പ ശരിക്കും കണ്ടിട്ടില്ല. രാജേട്ടനാണോ തകർത്തത്, ഷമീദാനാണോ തകർത്ത, പ്രേമതയാണെന്നുള്ളതിനെ കൺഫ്യൂഷൻ. അസാധ്യ മൂവിയാണ്. തിയേറ്ററിൽ തന്നെ സൂപ്പർ, ഒന്നും പറയാനില്ല, ഗംഭീര മൂവി. എല്ലാം ഉണ്ട്, എല്ലാ എലിമെന്റും ഉണ്ട്, എല്ലാം. ആ സ്ക്രിപ്റ്റിനെ കുറിച്ച് നമ്മളിനി എന്ത് പറയാൻ ഈ പടത്തിന്റെ സത്യ കൈവച്ച സ്ക്രിപ്റ്റ്, അതിൽ നമ്മളിനി എന്ത് പറയണം? അതില് ഒന്നും അതിൽ പറയാനില്ല. എല്ലാവരും ഒന്നിനൊന്ന് വെച്ചാൽ പൃഥ്വിരാജിന്റെ പടമാണോ ഷമീർ തിലകന്റെ പടമാണോ എന്നുള്ളത് മാത്രമേ കൺഫ്യൂഷൻ. എല്ലാം ഉണ്ട്. നല്ലൊരു പടം, നല്ല സിനിമ. ഫാമിലിക്ക് പറ്റിയൊരു മൂവിയാണ്. തീർച്ചയായിട്ടും ഫാമിലിയുടെ പടമാണ്. തീർച്ചയായും നന്നായി, മ്യൂസിക് കളക്ഷൻ നന്നായി, നല്ലൊരു പടം, ഒരു മസ്റ്റ് വാച്ച്. നല്ലൊരു ചിത്രം. കുറച്ച് നാളുകൾക്ക് ശേഷം ഷമീർ തിലകന്റെ മികച്ചൊരു കഥാപാത്രം, അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. പൃഥ്വിരാജിന് തോന്നുന്ന നല്ലൊരു എതിരാളിയായിട്ട് തന്നെ അദ്ദേഹം ഇതിലൊരു കഥാപാത്രം ചെയ്തിരിക്കുന്നു. ചില സമയത്ത് തിലകൻ ചേട്ടനെ ഓർമ്മ വരുന്നു. നല്ലൊരു പ്രകടനം, നല്ല കൈയടക്കത്തോടുകൂടി തന്നെ അദ്ദേഹം ആ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നായികയായാലും മറ്റുള്ള ആർട്ടിസ്റ്റുകളായാലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സമയം കൂടുതൽ ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ്, 3 മണിക്കൂറുകളുണ്ട്. പക്ഷെ എന്റർടൈൻമെന്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള പ്രകടനം തന്നെയായിരുന്നു ഈ 2 കഥാപാത്രം ചെയ്ത് നമ്മുടെ ഷമീർ തിലകനും അതേപോലെ തന്നെ പൃഥ്വിരാജും. നല്ലൊരു ചിത്രം തന്നെയായിരുന്നു വിരാജ്. അത് നമുക്ക് ഭയങ്കര ഗംഭീരമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, ആ ഒരു ഹൈപ്പിനൊത്ത് എത്തിയിട്ടില്ല. അങ്ങനെ ഒരു ഓക്കെ, ഒരു വൺ ടൈം തിയേറ്റർ വാച്ച് മൂവി എന്നുള്ള രീതിയിൽ വന്ന്. തീർച്ചയായിട്ടും സാർ ചെയ്യാൻ ഇരുന്ന ഒരു മൂവിയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, ചെയ്യുന്ന ഒരു പരിപാടി വേറെയാണ്. ആ ലെവലിലേക്ക് എത്തുന്നൊക്കെ പലരും ചോദിച്ചു. അത് അദ്ദേഹത്തിന്റെ ലെവലിൽ, അത് വേറെ ലെവലാണ്. ഇവിടെ പലരും ചോദിച്ചു ഇതുമായിട്ട് തീർച്ചയായിട്ടും കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അത് വേറെ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ.